പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഡിസംബർ മാസം 27-ാം തീയതിയാണ്, ശനിയാഴ്ച. വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ് 2025 കടന്നു പോകാനുള്ളത്. 26ലേക്ക് നാം പ്രവേശിക്കാൻ പോകുന്നു. സന്തോഷത്തോടെ, പ്രതീക്ഷയോടെ ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മകൾ സ്വീകരിക്കുവാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കായിരിക്കാം. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, 25-ാം തീയതി നാം പഠിച്ച വചനം ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വചനമായി. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വചനം. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അതായിരുന്നു നാം ഈ കഴിഞ്ഞ ദിവസം 25-ാം തീയതി പഠിച്ച വചനം. ഇന്നലെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ സാധിച്ചില്ല. ഇന്ന് നാം പഠിക്കുന്നത് ലൂക്കാ സുവിശേഷം തന്നെ 2-ാം അധ്യായം 29, 30, 31 വചനങ്ങൾ ചേർത്ത് വളരെ ചെറിയ ഭാഗമാണ്. അത് അങ്ങനെ തന്നെ പഠിക്കണം. അപ്പം അതിങ്ങനെയാണ് പറയുന്നത്. ദ ഗോസ്പൽ ഓഫ് സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സ് 29, 30 and 31. കർത്താവെ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. കർത്താവെ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. 2 വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. മാസ്റ്റർ, now you are dismissing your servant in peace according to your word. For my eyes have seen your salvation, which you have prepared in the presence of all peoples. അപ്പോൾ കർത്താവ് ഒരുക്കിയിരിക്കുന്ന രക്ഷയാണ് ക്രിസ്തു എന്ന് ശിമയോൻ പ്രസ്താവിക്കുകയാണ്. ഇപ്പം ശിമയോൻ്റെ കൈകളിൽ കർത്താവിനെ, അതായത് ദേവാലയത്തിൽ കാഴ്ചവെക്കുവാൻ കൊണ്ടുപോകുമ്പോൾ ശിമയോൻ, കർത്താവിൻ്റെ വരവ് പ്രതീക്ഷിച്ചിരുന്ന ശിമയോൻ കർത്താവിനെ കയ്യിലെടുത്ത്, കുഞ്ഞിനെ കയ്യിലെടുത്ത്, ഉണ്ണീശോയെ കയ്യിലെടുത്ത് പ്രസ്താവിക്കുന്ന ഈ വചനം, കർത്താവെ, അങ്ങ് എന്നെ സമാധാനത്തിൽ ഇപ്പോൾ വിട്ടയക്കണം. അല്ലേ? അങ്ങനെയാണ് പറയുന്നത്. അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ എന്നെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് പഠിക്കാം. നമ്മുടെ ഈശോ, നമ്മുടെ തമ്പുരാൻ നമ്മുടെ രക്ഷയാണ്. ആമേൻ.